ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ റിവ്യൂ ഒന്നും അല്ല ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ കോമിക് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും പിന്നെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യണം എന്നെനിക്ക് താല്പര്യമുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ അൺബോക്സ് ചെയ്യുന്ന വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ വാങ്ങിച്ചപ്പോൾ അത് നിങ്ങളുമായിട്ട് അതിൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രമാത്രം. ഈ വീഡിയോയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബാറ്റ് മൊബൈലിൻ്റെ ഒരു സെറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്കിത് തൃശ്ശൂർ അല്ലെങ്കിൽ ഗുരുവായൂർ പോയപ്പം ഒരു ലോക്കൽ ഫാൻസി സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ്. അതും വെറും 250 രൂപയ്ക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ ടൈറ്റിൽ പക്ഷേ ഹോട്ട് വീൽസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ആക്ച്വലി ഇത് ഹോട്ട് വീൽസ് അല്ല, ഇത് ഹോട്ട് വിന്നേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചൈനീസ് ആണ് ഓഫ് കോഴ്സ്. ഈ ഹോട്ട് വീൽസിൻ്റെ ബാറ്റ് മൊബൈൽ സെറ്റൊക്കെ നമ്മൾ ആമസോണിൽ എടുത്ത് നോക്കിയാൽ അറിയാം, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സാധാരണ മനുഷ്യർക്കൊന്നും പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. ചിലപ്പോഴൊക്കെ ഏതെങ്കിലും കടകളിൽ നിന്ന് ചെറിയ എമൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ബാറ്റ് മൊബൈൽ എനിക്ക് പണ്ട് കിട്ടിയിട്ടുണ്ട്, വെറും 175 രൂപയ്ക്ക്. ബാറ്റ്മാൻ ആനിമേറ്റഡ് സീരീസിൽ വരുന്ന സെയിം ബാറ്റ് മൊബൈൽ. സോ ഈ സെറ്റ് ഞാൻ കടയിൽ കണ്ടപ്പോൾ അത് വാങ്ങിക്കാൻ എന്നെ പ്രേരിപ്പിച്ചൊരു കാര്യം, 1966 മുതൽ, അതായത് ആദ്യത്തെ ബാറ്റ്മാൻ സിനിമയിലെ ആദ്യത്തെ ബാറ്റ് മൊബൈൽ മുതൽ ബാറ്റ്മാൻ ബിഗിൻസിലെ ബാറ്റ് മൊബൈൽ വരെ ഇതിനകത്തുണ്ട്. അതും ഞാൻ നോക്കിയപ്പോൾ സിനിമയിലുള്ളതുപോലെ തന്നെ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസൈനും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഈ പ്രൈസിന് ഇത് ഭയങ്കര ലാഭമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഹോട്ട് വീൽസിൻ്റെ ബാറ്റ് മൊബൈൽ സെറ്റിൽ ചിലത് എടുത്തു നോക്കിയാൽ പോലും ഇത്ര ആക്യുറസി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചധികം പ്ലാസ്റ്റിക് വരുന്നുണ്ട്. ഇപ്പോൾ ഹോട്ട് വീൽസുമായിട്ടൊരു കമ്പാരിസൺ നടത്തിയാൽ അത്ര വെയിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ചീപ്പ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഡിസൈനും അതിൻ്റെ മൊത്തത്തിലുള്ള ആക്യുറസി എടുത്തു നോക്കിയാൽ സിനിമയിലുള്ളതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ആവശ്യമില്ലാത്തിടത്തൊക്കെ ഈ ഒരു ഡിസൈനും ബാറ്റ് സിഗ്നലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഷൈനി ഗ്ലോസി പെയിൻ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കണ്ടാലൊരു ചൈനീസ് കളിപ്പാട്ടത്തിൻ്റെ ഒരു ലുക്കാണ് ആദ്യം നമുക്ക് എടുക്കുമ്പോൾ കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ബാറ്റ് മൊബൈൽസ് എടുത്തിട്ട് ഞാനൊന്ന് റീപെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല ഈ ഹോട്ട് വീൽസിൻ്റെയൊക്കെ ആണെങ്കിൽ എടുത്ത് റീപെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പം റീപെയിൻറ്റ് ചെയ്ത് കുളവാക്കുന്നതിലും ബെറ്റർ അതങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. ഇത് കുറച്ചുകൂടെ ചീപ്പായതുകൊണ്ട് നമുക്ക് വേണേൽ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത് റീപെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതേ ഐറ്റം ആമസോണിലും കിട്ടും, പക്ഷേ 600 രൂപയ്ക്ക് മേളിലാണ്. നിങ്ങൾ അത്രയും ബാറ്റ്മാൻ ഫാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കുക. എന്തായാലും ആ ഐറ്റത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സെറ്റിൽ വരുന്നതിൽ ഒരു ബാറ്റ് മൊബൈൽ ഞാൻ റീപെയിൻറ്റ് ചെയ്യുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അത് 1965 ബാറ്റ് മൊബൈൽ സെറ്റാണ്. ആ ബാറ്റ് മൊബൈലിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഡിസൈൻ സിനിമയിലെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തുള്ളൊരു ബാറ്റ് മൊബൈൽ ആയതുകൊണ്ട് ആ ഒരു ഷൈനി ലുക്ക് അതുപോലെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് റീപെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. സോ നമ്മളിത് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ഓൾറെഡി ഉള്ള പെയിൻറ്റ് നമുക്ക് കളയണം. അതിനായിട്ട് നമുക്ക് പെയിൻറ്റ് റിമൂവർ വേണം. അതിനുശേഷം നമുക്ക് വേണ്ടത് മാറ്റ് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് ആണ്. നമ്മൾ ഈ ബാറ്റ് മൊബൈൽസ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, എല്ലാത്തിനും സാധാരണ ബ്ലാക്ക് പെയിൻ്റ് അല്ല, ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിംഗ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എല്ലായിടത്തേക്കും പെയിൻറ്റ് എത്താനായിട്ട് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും എളുപ്പം. പിന്നെ ഇത് രണ്ട് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഗ്ലൗസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രഷുകളാണ്. കാര്യം ഈ സ്പ്രേ പെയിൻറ്റ് നമുക്ക് അതേപോലെ എടുത്ത് സ്പ്രേ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ബാറ്റ് മൊബൈലിൽ പലയിടത്തും പ്ലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്രേ പെയിൻറ്റ് നമ്മൾ എടുത്ത് യൂസ് ചെയ്താൽ ആ പ്ലാസ്റ്റിക് ഉരുകി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്രഷ് കൊണ്ട് ആ പെയിൻറ്റ് റിമൂവ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സെല്ലോ ടേപ്പും സിസേഴ്സും ആണ്. ഇത് ഹോട്ട് വീൽസിലെ പോലെ എല്ലാ പാർട്സും മെറ്റലല്ല, ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക് വരുന്ന പോർഷൻസും ഉണ്ട്. സോ ആ പോർഷൻസ് എല്ലാം നമുക്ക് സെല്ലോ ടേപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് വേണം ഈ പെയിൻറ്റ് റിമൂവറും തുടച്ച് മാറ്റുകയും അതിനുശേഷം സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, ഞാൻ പെയിൻറ്റ് റിമൂവർ യൂസ് ചെയ്തതിന് ശേഷം എല്ലാ ബാറ്റ് മൊബൈലിൻ്റെയും പെയിൻറ്റ് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഇതിൽ ഓരോന്നോരോന്നായിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ. അതിനുശേഷം ഓരോ ബാറ്റ് മൊബൈലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇത് ഏതൊക്കെ സിനിമയിലാണ് വരുന്നതെന്നും ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. Does it come in black?
പെയിൻറ്റ് ചെയ്ത എൻ്റെ ബാറ്റ്മൊബൈൽ സെറ്റ്. റീപെയിൻറ്റ് ചെയ്തപ്പം അവിടെ ഇവിടെ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളുണ്ട്. ഇത് ചെയ്ത് കുളമായോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. സോ ഇതാണ് എൻ്റെ അൺബോക്സിംഗ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കയറി നോക്കുക. കണ്ടന്റ് കൊള്ളാൻ തോന്നുമെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.